അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1415 സൂറത്തുർ റഅദ് 35. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മസലുൽ ജന്നത്തില്ലതി വഉദൽ മുത്തഖൂന തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ أكلها دائم وظلها تلك عقبى الذين اتقوا وعقبى الكافرين النار. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. مثل الجنة സ്വർഗ്ഗത്തിന്റെ ഉദാഹരണം അല്ലത്തി വഅദൽ മുത്തഖൂൻ ഭക്തന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗത്തിന്റെ ഉദാഹരണം ഇതത്രേ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ സ്വർഗ്ഗത്തിന്റെ താഴ്ഭാഗത്തുകൂടി അല്ലെങ്കിൽ ആ ആരാമങ്ങളുടെ താഴ്ഭാഗത്തുകൂടി നദികൾ ഒഴുകിക്കൊണ്ടിരിക്കും. ഉകുലുഹാ ദായിമുൻ, ആ സ്വർഗ്ഗത്തിലുള്ള ഫലങ്ങൾ അത് സ്ഥിരമായതാണ്. വദില്ലുഹ, സ്വർഗ്ഗത്തിലുള്ള തണലുകളും സ്ഥിരമാണ്. തിൽക ഉഖ്ബല്ലദീന തഖൗ, ദോഷബാധയെ സൂക്ഷിച്ച ആളുകൾക്കുള്ള പര്യവസാനം ഈ സ്വർഗ്ഗമാകുന്നു. ഉഖ്ബൽ കാഫിരീന അന്നാർ, സത്യനിഷേധികൾക്കുള്ള അവസാനം നരകവും ആകുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. കഴിഞ്ഞ സൂക്തത്തിൽ പരലോക ജീവിതത്തിലെ കടുത്ത ശിക്ഷ അങ്ങേയറ്റം പ്രയാസകരമാണ് നിഷേധികൾക്ക് എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസികൾക്കുള്ള സൗഭാഗ്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ് ഈ ആയത്തിൽ അല്ലാഹു തആല. ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി, ഇന്നഹു തആല ലമ്മാ ദക്കറ അദാബൽ കുഫാരി ഫിദ്ദുനിയ വൽ ആഖിറ, ഭൂമിയിലും പരലോകത്തും സത്യനിഷേധികൾക്കുള്ള ശിക്ഷയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞപ്പോൾ അത്ബഅഹു ബിദിക്രി സവാബിൽ മുത്തഖീൻ, അല്ലാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലത്തെ അതിനെ തുടർന്ന് അല്ലാഹു തആല വിശദീകരിക്കുകയാണ് ഇവിടെ എന്ന്. അതാണ് മസലുൽ ജന്നത്തിൽ അല്ലത്തി വഅദൽ മുത്തഖൂൻ, ദോഷബാധയെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗത്തിന്റെ ഉദാഹരണം. ആ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നുണ്ട് എന്നാണ് ഒന്നുകിൽ അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണം താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ഇനി പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന രണ്ട് രീതിയിലും ഇവിടെ പണ്ഡിതന്മാർ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് സ്വർഗം. അപ്പൊ നമ്മൾ സ്വർഗത്തിലെത്തണമെങ്കിൽ നാം ആരായിരിക്കണം? മുത്തഖി എന്ന കാറ്റഗറിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരായിരിക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തഖ്വ എന്നതിന് വിവിധ അർത്ഥതലങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധിത കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും കണിശമായ വിലക്കുകൾ അവഗണിക്കുകയും ചെയ്യുന്ന, കണിശമായ വിലക്കുകൾ ഒഴിവാക്കുകയും ആ വിലക്കുള്ള സംഗതികൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ആ വിഷയത്തിലെങ്കിലും നമുക്ക് വിജയിക്കാനാവണം എന്നതാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുതായ വ്യാഖ്യാനത്തിന്റെ ഒരു ശൈലി. അങ്ങനെയുള്ള ആളുകൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് സ്വർഗം. ആ സ്വർഗത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് അതിന്റെ ഉപമ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ തോട്ടങ്ങളുടെ ആ ആരാമങ്ങളുടെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, മസലുൽ ജന്നത്തില്ലത്തി വഅദൽ മുത്തഖൂനായി സിഫത്തുഹാ വനഅതുഹാ, മുത്തഖീങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗത്തിന്റെ ഉദാഹരണവും അതിന്റെ വിശേഷണങ്ങളും അതിന്റെ വിവരണവും തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് വഹൈസു ശാഅ അഹ്ലുഹാ യുഫജ്ജിറൂനഹാ തഫ്ജീറ, ആ അരുവികൾ സ്വർഗാവകാശികളായ ആളുകൾ എങ്ങോട്ടൊക്കെ ചലിപ്പിക്കണം, എങ്ങോട്ടൊക്കെ തിരിച്ചുവിടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങോട്ടെല്ലാം തിരിച്ചുവിടാൻ അവരുദ്ദേശിക്കുന്ന ക്രമത്തിലും ശൈലിയിലും ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്കും ആ അരുവികളെ തിരിച്ചുവിടാൻ സാധിക്കും വിധത്തിലാണ് അരുവികൾ ഒഴുകുന്നത്. ഇപ്പൊ സ്വർഗം എന്ന് പറയുന്നത് നമുക്ക് തൽക്കാലം ഒരു ആരാമം, ഒരു ഉദ്യാനം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ
ആ ഉദ്യാനത്തിലൂടെ അരുവികൾ, വെള്ളത്തിന്റെ ഉറവകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊഴുകിക്കൊണ്ടിരിക്കുന്ന ഉറവകൾ ഒരു ദിശയിലേക്ക് ഇങ്ങനെ ഒഴുകുകയല്ല, മറിച്ച് സ്വർഗത്തിലെത്തിയ ആളുകൾക്ക് യുഫജ്ജിറൂനഹ തഫ്ജീറ. ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, ആ അരുവികളെ അവരുദ്ദേശിക്കുന്ന ഭാഗത്തുകൂടെ അവർക്ക് ഒഴുക്കിവിടാൻ സാധിക്കും. യസ്രിഫൂനഹ കൈഫ ശാഉ വഅൈന ശാഉ. അവരുദ്ദേശിക്കുന്ന രൂപത്തിലും അവരുദ്ദേശിക്കുന്ന സ്ഥലത്തൂടെയും ആ വെള്ളത്തെ തിരിച്ചുവിടാൻ സാധിക്കും വിധത്തിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള അരുവികളാണ് സ്വർഗത്തിലുള്ളത്. നോക്കൂ, എന്തൊരു അംഗീകാരമാണത് എന്ന്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതായി ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ, മസലുൽ ജന്നത്തില്ലതി വഉദൽ മുത്തഖൂന ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ وأنهار من لبن لم يتغير طعمه وأنهار من خمر لذة للشاربين وأنهار من عسل مصفى ولهم فيها من كل الثمرات ومغفرة من ربهم كمن هو خالد في النار وسقوا ماء حميما فقطع أمعاءهم. സൂറത്ത് മുഹമ്മദ് 15-ാം വാക്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചതാണ്. ഇതേ ആയത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റൊരു പരാമർശനം ഇബ്നു കസീർ എടുത്ത് ഉദ്ധരിക്കാൻ. സ്വർഗത്തിന്റെ ഉദാഹരണം, അതിൽ എന്തുണ്ട്? അതിൽ കേടുവരാത്ത വെള്ളങ്ങൾ, രുചിഭേദം വരാത്ത പാൽ, അതുപോലെ തന്നെ കുടിക്കുന്നവർക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മദ്യം, അതുപോലെ ശുചീകരിക്കപ്പെട്ടിട്ടുള്ള തേൻ, ഇതെല്ലാം സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ സ്വർഗത്തിൽ വലഹും ഫിഹാ മിൻ കുല്ലി സമറാത്ത്, എല്ലാ ഇനം പഴങ്ങളും, ഏതൊക്കെ പഴങ്ങളുടെ ഇനങ്ങളുണ്ടോ അതെല്ലാം ആ സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ പ്രധാനം മഗ്ഫിറത്തും മിർ റബ്ബിഹിം, അവരുടെ നാഥനിൽ നിന്നുള്ള പാപമോചനവും അവർക്കുണ്ട്. അതായത് അവർ ഈ സ്വർഗത്തിന്റെ സൗകര്യങ്ങളും സുഖങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന എങ്ങനെയാ, നിങ്ങൾ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞൊരു കുറ്റപ്പെടുത്തലിന്റെ ഒരു ശൈലി പോലും അവരിൽ വരാത്ത വിധം അള്ളാഹു നേരത്തെ തന്നെ അവരുടെ റെക്കോർഡുകളൊക്കെ ക്ലിയറാക്കി കൊടുത്തിട്ടാണ് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നർത്ഥം. അങ്ങനെയുള്ള ആളുകൾ കമൻ ഹുവ ഖാലിദുൻ ഫിന്നാർ, നരകത്തിൽ ശാശ്വതമായി കഴിയുന്നവരെ പോലെയാകുമോ? വസുഖൂ മാഅൻ ഹമീമൻ, അവർക്ക് അതിശക്തമായ ചൂടുള്ള വെള്ളം കുടിപ്പിക്കപ്പെടുന്നു. ഫഖത്തഅ മാഅഹും, ആ വെള്ളം കുടിക്കുന്ന സമയത്ത് അവരുടെ ആമാശയങ്ങൾ പോലും മുറിഞ്ഞ് കഷ്ണമായി പോകും വിധത്തിലുള്ള, അതിനെ മുറിച്ചു കളയാൻ മാത്രം പര്യാപ്തമായ ചൂടുള്ള വെള്ളം കുടിപ്പിക്കപ്പെടുന്നവരെ പോലെയാകുമോ എന്ന് അല്ലാഹു തആല സൂറത്ത് മുഹമ്മദിൽ ചോദിച്ചതുപോലെ ഈ ആയത്തിലും അല്ലാഹു പറയാണ്, ആ സ്വർഗത്തിൽ എത്തിപ്പെട്ട ആളുകൾക്ക് അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. അരുവികൾ ഒഴുകുന്ന എന്ന് പറഞ്ഞപ്പോൾ ആ അരുവികളുടെ ശൈലി ബഹുമാനപ്പെട്ട ഇബ്നു കസീർ രേഖപ്പെടുത്തിയതാണ്. ആ സ്വർഗാവകാശികളായ ആളുകൾ അവരുദ്ദേശിക്കുന്ന സ്ഥലത്തൂടെ ഉദ്ദേശിക്കുന്ന ക്രമത്തിലും ശൈലിയിലും ആ അരുവികളെ ഒഴുക്കിവിടാൻ അവർക്ക് സാധിക്കും, ഗതിമാറ്റിവിടാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരിക്കുമെന്ന്. നോക്കൂ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉകുലുഹാ ദായിമുൻ, അതിലുള്ള ഫലങ്ങൾ, ആളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, വെള്ളം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ സംഗതികളും അത് ദായിമുൻ, നിത്യമാണ്. ചാൽ ഇന്ന് ഭക്ഷണമല്ല, അല്ലെങ്കിൽ ഇന്നൊരു ഫുഡ് റെഡിയായിട്ടില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല. എല്ലാ പഴങ്ങളും അവിടെയുണ്ട്, അതേപോലെ തന്നെ എല്ലാ ഭക്ഷ്യവസ്തുക്കളും അവിടെയുണ്ട്, എല്ലാ പാനീയങ്ങളും അവിടെയുണ്ട്, എല്ലാം എനി ടൈം അവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. അവരുദ്ദേശിക്കുന്ന സമയത്ത് തന്നെ എടുത്ത് ഉപയോഗിക്കാവുന്ന അവസ്ഥ ഉണ്ടാകും. ഇബ്നു കസീർ ഇവിടെ ചില ഹദീസുകൾ ഉദ്ധരിക്കുന്നുണ്ട് സ്വർഗത്തിന്റെ അവസ്ഥകളെ വിവരിച്ചുകൊണ്ട്. അതിൽ നമുക്ക് കാണാം, ഫി സഹീഹൈനി മിൻ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫി സ്വലാത്തിൽ കുസൂഫ്, ഗ്രഹണ നിസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബുഖാരിയും മുസ്ലിമും റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗ്രഹണ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതിനിടക്ക് എന്തോ ഒന്നിങ്ങനെ പിടിക്കാൻ നോക്കുന്നത് പോലെ തോന്നി. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ റസൂലെ റഅയ്നാക തനാവൽത ശൈഅൻ ഫീ മഖാമിക ഹാദാ സുമ്മ റഅയ്നാക തകഅകഅത, തങ്ങൾ എന്തോന്ന് എടുക്കാൻ ആഞ്ഞു പോകുന്നത് പോലെ തോന്നിയല്ലോ, പിന്നെ തങ്ങൾ ആ ഉദ്യമം ഉപേക്ഷിച്ച് പുറകിലേക്ക് മാറുകയും ചെയ്തല്ലോ നബിയെ, എന്തായിരുന്നു അത് എന്ന്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി റഅയ്തുൽ ജന്ന, ഞാൻ സ്വർഗം കണ്ടു. ആ സ്വർഗം കണ്ട സമയത്ത് അതിലുള്ള പഴങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഫതനാവൽതു മിൻഹാ ഉൻഖൂദൻ, ഒരു മുന്തിരിയുടെ ഒരു കുല, ഒരു മുന്തിരിക്കൊല അതിൽ നിന്ന് എടുക്കാൻ ഞാൻ ഇങ്ങനെ വെമ്പിയതാണ്, ആഗ്രഹിച്ചതാണ്. എന്തിനു വേണ്ടി? അത് ഞാൻ ഒലു അഖദ്തുഹു ലഅകൽതും മിൻഹു മാ ബഖിയത്തിദ് ദുനിയ, ഞാൻ ആ മുന്തിരിക്കൊല എടുത്തിരുന്നുവെങ്കിൽ ഭൂമിയുള്ള കാലത്തോളം നിങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാമായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ ഉദ്യമം നടത്തി. പക്ഷേ പിന്നീട് ചില റിപ്പോർട്ടുകളിൽ കാണാം, അതിനുശേഷം നിങ്ങൾക്ക് എന്റെയും ഫഹീല ബൈനിയോ ബൈനഹു, എന്റെയും അതിന്റെയും ഇടയിൽ മറയിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിങ്ങോട്ട് എടുക്കാനുള്ള സംവിധാനം ഉണ്ടായില്ല എന്നർത്ഥം. അപ്പൊ സ്വർഗത്തിൽ അദ്വിധത്തിലുള്ള എല്ലാ പഴങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചുരുക്കം. ഏതായാലും ശരി, ആ സ്വർഗത്തിന്റെ സുഖങ്ങൾ, സന്തോഷങ്ങൾ, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉത്ബത്ത് ബിൻ അബ്ദിസ്സലമി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന അഅറാബിയൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ജന്ന, ഒരു അഅറാബി, ഒരു ഗ്രാമീണൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വർഗത്തെക്കുറിച്ച് ചോദിച്ചു. ഫഖാൽ, ആ ചോദ്യത്തിന്റെ ഭാഗമായി അദ്ദേഹം ചോദിക്കുകയാണ്, ഫീഹാ ഇനബുൻ, ആ സ്വർഗത്തിൽ മുന്തിരി ഉണ്ടാവുമോ നബിയെ എന്ന് ചോദിച്ചു അഅറാബി. ഖാല നഅം, റസൂലുള്ളാഹി പറഞ്ഞു മുന്തിരി ഉണ്ടാകും. അപ്പൊ ഫമാ ഇളമുൽ ഉൻഖൂദ്, ആ മുന്തിരിക്കൊലയുടെ വലുപ്പം എത്ര ഉണ്ടാകും എന്ന് ചോദിച്ചു അദ്ദേഹം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസീറത്തു ശഹരിൽ ഖുറാബിൽ അബ്ഖയ വലാ യഫ്തുർ, വെളുപ്പും കറുപ്പും കളറുകളുള്ള കാക്ക എന്ന് പറഞ്ഞ ജീവില്ലേ, അത് ക്ഷീണിക്കാതെ ഒരു മാസം നിരന്തരം ഓടിയാൽ എത്താവുന്ന ദൂരം എത്രയാണോ അത്രയും ദൂരത്തോളം പരന്നു കിടക്കുന്ന മുന്തിരിക്കൊല ആ സ്വർഗത്തിലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹിന്റെ ഹദീസ് സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന റജുല ഇദാ നസഅ സമറതൻ മിനൽ ജന്നത്തി ആയത മക്കാനഹാ ഉഖറ, സ്വർഗത്തിലെ ഒരു പഴം ഒരു സ്വർഗാവകാശി പറിച്ചാൽ അതിന്റെ സ്ഥാനത്ത് അപ്പത്തന്നെ മറ്റൊന്ന് വരികയാണ്. ഒരിക്കലും തീർന്നു പോകാത്ത, സ്ഥിരമായി അനുഭവിക്കാനുള്ള അവസരം നൽകപ്പെടുന്ന സംവിധാനമാണത് എന്ന്. അതോടൊപ്പം നോക്കൂ, ജാബിർ ബിൻ അബ്ദുല്ലാഹി അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅകുലു അഹ്ലുൽ ജന്നത്തി വയശ്റബൂൻ, സ്വർഗാവകാശികൾ ഭക്ഷണം കഴിക്കും, അതേപോലെ വെള്ളം കുടിക്കും. എന്നാൽ ഭക്ഷണം കഴിച്ചിട്ടും വെള്ളം കുടിച്ചിട്ടും അവർക്ക് ഈ സാധാരണ ഈ മൂക്കിൽ നിന്നൊക്കെ മ്ലേച്ഛതകൾ പുറത്തു വരുന്ന ശൈലിയോ അല്ലെങ്കിൽ മൂത്രമൊഴിക്കേണ്ടയോ കാഷ്ടിക്കേണ്ടയോ സാഹചര്യങ്ങളൊന്നും ഉണ്ടാവൂല. അപ്പൊ ഇത്രയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അതെന്താ ഉണ്ടാവുന്നത്? തആമുഹും ജുഷാഉൻ കരിഹൽ മിസ്കി, കസ്തൂരിയുടെ അതേ സൗരഭ്യമുള്ള ഒരു തരം തികട്ടൽ, അതാണ് അവർക്കുണ്ടാവുക. അപ്പൊ അവരുടെ ഭക്ഷണം ദഹിച്ചു പോകാൻ ആവശ്യമായ സംവിധാനം, ഒരഭിപ്രായം അനുസരിച്ച് ഒരു തികട്ടൽ, വയറൊക്കെ നിറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു എമ്പക്കം എന്നൊക്കെ പറയലേ നമ്മള്, അതാണ് ഉണ്ടാവുക. അത്ര കൊണ്ട് അവരുടെ എല്ലാ സംഗതികളും റെഡിയാകും. അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മളെ വിയർപ്പ് പൊടിയുന്നത് പോലെ പൊടിയുന്ന ഒരു സംവിധാനം, അതാണ് അവർക്കുണ്ടാവുക. അല്ലാതെ മൂത്രയിക്കേണ്ടയോ അല്ലെങ്കിൽ കാഷ്ടിക്കേണ്ടയോ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല. വയുൽഹമൂന തസ്ബീഹ വത്തഖദീസ കമാ യുൽഹമൂന നഫസ്, ശ്വാസോച്ഛ്വാസം നമുക്കിങ്ങനെ നിർബാധം തോന്നുന്നു, അങ്ങനെ നമ്മളറിയാതെ തന്നെ അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കാതെ തന്നെ ശ്വാസം വിടണമെന്നൊരു തോന്നൽ നമുക്ക് വരില്ലേ? ഇതേപോലെ തസ്ബീഹും തഹ്ലീലും ഒക്കെ ചൊല്ലാനുള്ള ആ തോന്നൽ, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ദിക്റുകൾ ഇങ്ങനെ ഉരുവിടാനുള്ള തോന്നൽ അവരുടെ മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കും എന്നിമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അപ്പൊ സ്വർഗാവകാശികളായിട്ടുള്ള ആളുകൾ, അവർക്ക് എല്ലാ സംവിധാനങ്ങളും അല്ലാഹു തആല അവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട്. നോക്കൂ, മറ്റൊരു റിപ്പോർട്ട് ഇബ്നു കസീർ തന്നെ ഇവിടെ ഉദ്ധരിക്കാൻ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം നസായി റളിയല്ലാഹു അൻഹു ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് എന്താണ്? സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹു പറയാണ്, ജാഅ റജുലുൻ മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട ഒരാൾ മുത്തനബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ അബൽ ഖാസിം, ഓ മുഹമ്മദ് നബിയെ,
തസുഉമു അന്ന അഹ്ലൽ ജന്നത്തി യഅകുലൂന വയശ്റബൂൻ, നിങ്ങൾ വാദിക്കുന്നുണ്ടല്ലോ സ്വർഗാവകാശികൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഖാല നഅം, നബി തങ്ങൾ പറഞ്ഞു അതെ, ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യും. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ഇന്നർ റജുല മിൻ അഹ്ലിൽ ജന്നത്തി, സ്വർഗാവകാശികളിൽപ്പെട്ട ഒരു പുരുഷൻ, ലയുഅത, അയാൾക്ക് നൽകപ്പെടുന്നതാണ് ഖുവ്വത മിഅത്തി റജുലിൻ, ഭൂമിയിലുള്ള 100 പുരുഷന്മാരുടെ ശക്തി നൽകപ്പെടും സ്വർഗത്തിലുള്ള ഒറ്റയാൾക്ക്. എന്ത് വിഷയത്തിൽ? ഫിൽ അഖ്ലി, ഭക്ഷണത്തിന്റെ വിഷയത്തിലും, വശുർബി, പാനീയത്തിന്റെ വിഷയത്തിലും, വൽജിമായി, സംയോഗത്തിന്റെ വിഷയത്തിലും, വശഹവത്തി, വൈകാരിക അഭിനിവേശത്തിലുമൊക്കെ. 100 ആളുകൾക്കുണ്ടാകുന്ന 100 ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള ശക്തി ഒറ്റയാൾക്ക്, 100 ആളുകൾക്ക് വെള്ളം കുടിക്കാനുള്ള ശക്തി ഒറ്റയാൾക്ക്, 100 ആളുകളുടെ ഭോഗ ശക്തി ഒറ്റയാൾക്ക്, 100 ആളുകളുടെ വൈകാരികാഭിനിവേശം ഒരു മനുഷ്യന്. ഇவ்விധത്തിൽ സ്വർഗത്തിൽ അല്ലാഹു തആല സംവിധാനങ്ങളെല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നിട്ട് ബൈനല്ലദി യഅകുലു വയശ്റബു തകൂനു ലഹുൽ ഹാജ. അപ്പൊ ആ വന്നാള് ചോദിച്ചു, ഈ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്താൽ പിന്നെ വിസർജനത്തിന് പോകേണ്ടി വരില്ലേ? വലൈസ ഫിൽ ജന്നത്തി അദാ, സ്വർഗത്തിലാണെങ്കിലും മ്ലേച്ഛതകളൊന്നും ഇല്ലാന്നല്ലേ നിങ്ങളെ വാദം? അപ്പൊ അതെങ്ങനെ ഒക്കും? ഇത് രണ്ടും കൂടെ എങ്ങനെ മേച്ചാവുമെന്ന് അയാൾ ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഹാജത്തു അഹദിഹിം, അവരിൽ നിന്നൊരാളുടെ ആവശ്യം, അതായത് വിസർജനം നടത്തുക എന്ന് പറയുന്ന സംഗതികൾ, റഷ്ഹുൻ യഫീദു മിൻ ജുലൂദിഹിം കരിയഹിൽ മിസ്കി ഫയദ്മറു ബത്നുഹു, അവരിൽ നിന്നൊരു തരം വിയർപ്പ് പൊടിയും അവരുടെ തൊലിയിലൂടെ ആ വിയർപ്പ് പുറത്തേക്ക് പ്രവഹിക്കും. ആ പ്രവഹിക്കുന്ന ആ വിയർപ്പിൽ തന്നെ കസ്തൂരിയുടെ സുഗന്ധം പോലത്തെ സുഗന്ധാണ് ഉണ്ടാവുക, വൃത്തികേടൊന്നും ഉണ്ടാവില്ല. അതോടുകൂടെ അവരുടെ വയറ് കൃത്യമായിട്ട് ക്ലിയർ ആകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എല്ലാ സംവിധാനങ്ങളും സ്വർഗത്തിലുണ്ട്, ഒന്നും തന്നെ തീർന്നു പോകാത്ത വിധത്തിൽ അല്ലാഹു തആല അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ചില ഹദീസിൽ വന്നതായിട്ട് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ഇദാ ഫറഗ മിൻഹു ആദ ത്വായിറൻ കമാ കാന ബിഇذനില്ലാഹി തആല. ഒരു പക്ഷി, ഒരു കോഴി അല്ലെങ്കിൽ ഒരു പക്ഷി ഇങ്ങനെ പറക്കുന്നത് കാണുമ്പോൾ അതിനെനിക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ഫ്രൈ ചെയ്യപ്പെട്ട വിധത്തിൽ അത് തന്റെ മുന്നിൽ വന്ന് വീഴും. എന്നാൽ അയാൾ കഴിച്ചാൽ അതിന്റെ അവശിഷ്ടങ്ങൾ വീണ്ടും പഴയതുപോലത്തെ ഒരു പക്ഷിയായി മാറുന്ന സംവിധാനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ വാഖിയയുടെ 32-33 സൂക്തങ്ങളിൽ, വഫാക്കിഹത്തിൻ കസീറത്തിൻ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, ആ സ്വർഗത്തിൽ ധാരാളം പഴങ്ങളുണ്ട്, അത് തീർന്നു പോവില്ല, നിഷേധിക്കപ്പെടുകയുമില്ല. എന്ന് പറഞ്ഞാൽ ഒന്ന് എടുക്കുമ്പോഴേക്ക് അതിന്റെ സ്ഥാനത്ത് വീണ്ടും വരുന്നു. ആ വിധത്തിലുള്ള ക്രമീകരണങ്ങൾ അല്ലാഹു തആല ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ എന്തൊക്കെ ഉണ്ട്? ലില്ലുഹാ ഉകുലുഹാ ദായിമുൻ, അവിടെയുള്ള ഫലങ്ങൾ അത് ദായിമാണ്, സ്ഥിരമാണ്, ഒരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവുകളാണ് നമ്മൾ പറഞ്ഞതുപോലെ. ലില്ലുഹാ, അവിടെയുള്ള തണലും നിഴലും അതും സ്ഥിരമാണ്. സ്വർഗത്തിലുള്ള ആളുകൾക്ക് നിഴൽ, തണൽ എന്ന് പറയുന്നത് അല്ലാഹു തആല വല്ലാത്തൊരു അനുഗ്രഹമായി അവർക്ക് നൽകുന്നുണ്ട്. ഒരിക്കലും വകദാലിക ലില്ലുഹാ ലാ യസൂൽ, അവിടെയുള്ള തണല് അത് നീങ്ങിപ്പോവുകയില്ല. സാധാരണ നിഴൽ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത് സൂര്യന്റെ ചലനത്തിനനുസരിച്ച് മാറ്റം വരുമല്ലോ. ഇപ്പൊ നിഴലുള്ള സ്ഥലത്ത് കുറച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. എന്നാൽ ഇവിടെ നിഴലുണ്ടാവുന്നില്ല, നീങ്ങിപ്പോകുന്നില്ല, സ്ഥിരമായിട്ട് നിഴൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാകും. ഏതുപോലെ കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 57-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ലഹും ഫീഹാ അസ്വാജും മുതഹ്ഹറത്തുൻ വനുദ്ഖിലുഹും ളില്ലൻ വലീലാ. സ്വർഗാവകാശികളായിട്ടുള്ള ആളുകൾ അവർക്ക് അല്ലാഹു തആല വിശുദ്ധകളായ ഇണകളെ നൽകിയിട്ടുണ്ട്. അവർക്ക് സ്ഥിരമായ നിഴലുകളിൽ കഴിഞ്ഞുകൂടാനുള്ള അവസരവും അല്ലാഹു നൽകുന്നുണ്ട്. ആ നിഴലൊരിക്കലും എന്താകില്ല, നീങ്ങിപ്പോകില്ലാത്ത വിധത്തിലുള്ള നിഴലാണ് അവിടെയുള്ളത് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അതാണ് ഉകുലുഹാ ദായിമുൻ ലില്ലുഹാ, സ്വർഗത്തിലുള്ള ഫലങ്ങളും അവിടെയുള്ള നിഴലും അത് സ്ഥിരമാണ്, ഒരിക്കലും തന്നെ എന്താവുന്നതല്ല, നീങ്ങിപ്പോവുകയോ തീർന്നു പോവുകയോ ചെയ്യില്ല. ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള ഈ സ്വർഗം തിൽക ഉഖ്ബല്ലദീന തഖൗ, തഖ്വയോടുകൂടെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചും നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും
ജീവിച്ച ആളുകൾക്കുള്ള പര്യവസാനം ഈ സ്വർഗമാകുന്നു. കണ്ടോ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പടച്ചവന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ഒക്കെ പാലിച്ചും ശ്രദ്ധിച്ചും അവൻ പോകരുതെന്ന് പറഞ്ഞെടുത്ത് പോകാതെയും ചെയ്യണമെന്ന് പറഞ്ഞത് കൃത്യമായി ചെയ്തു ബാധ്യതകൾ നിർവഹിക്കുകയും അരുതായ്മകളിലേക്ക് കടന്നു കയറാതിരിക്കുകയും ചെയ്ത ആളുകൾക്ക് അല്ലാഹു തആല ഒരുക്കി കൊടുക്കുന്ന എല്ലാ സംവിധാനങ്ങളുടെയും ആകത്തുകയാണ് സ്വർഗം. എന്നാൽ വഅഖബൽ കാഫിരീനന്നാർ, സത്യനിഷേധികളായ ആളുകളുടെ പര്യവസാനം നരകമാകുന്നു. അഥവാ അവരെ കാത്തിരിക്കുന്നത് അങ്ങേയറ്റത്തെ പരീക്ഷണങ്ങളുടെ, അങ്ങേയറ്റത്തെ പ്രതിസന്ധികളുടെ, അങ്ങേയറ്റത്തെ ശിക്ഷകളുടെ കേന്ദ്രമായിട്ടുള്ള നരകമാണ്. അപ്പൊ ആ നരകത്തിൽ എത്തിപ്പെടുന്ന ആളുകൾ ഭൂമിയിൽ ചില താൽക്കാലിക സുഖങ്ങളിലും സന്തോഷങ്ങളിലും അഭിരമിക്കുകയാണ്. എന്നാൽ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടത്തെ താൽക്കാലിക സുഖങ്ങളെ അവഗണിച്ച് അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണം. അങ്ങനെ അനന്തമായ ജീവിതത്തിൽ സ്വർഗത്തിലെ സന്തോഷങ്ങൾ അനുഭവിക്കാൻ അവസരമുണ്ടാകണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.